അവർ ഒരു പ്രധാന ഏജൻറ്റ് ആയി മാറി എന്ന് പറയുന്ന സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഏജൻ്റായി, മുൻനിര പടയാളികളായി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശക്തിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ പുതിയ സമരത്തിൽ കണ്ടത്. അപ്പോൾ ഒരു സിസ്റ്റം നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയിൽ 10 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ ഒരു അതോറിറ്റേറിയൻ വ്യവസ്ഥയാണ്. ഒരുപക്ഷെ അതൊരു ടൊട്ടാലിറ്റേറിയൻ വ്യവസ്ഥ തന്നെയായി മാറിക്കൊണ്ടിരിക്കും. ഒരു സമഗ്രാധിപത്യ സമൂഹമായി മാറുന്ന ഒരവസ്ഥ. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭരണം, അവരുടെ ഒരു ഭാഷാ സങ്കല്പം, ഒരു സംസ്കാര സങ്കല്പം, ഈ ഒരു അത്തരത്തിൽ ഏകമുഖമായ ഒരു ഭരണ രീതിയും ഒരു ഭരണ വ്യവസ്ഥ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക, അതിലൂടെ മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളുമൊക്കെ നിരന്തരമായി അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. എല്ലാവരും കള്ളം പറയാത്ത ഏത് രാഷ്ട്രീയ നേതാവുണ്ട് ഇന്ത്യയിൽ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഇല്ല, ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഗാന്ധിജിയെ അംബേദ്കറിനെ ഇവർ ഉദ്ധരിക്കേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ ലോകത്തെമ്പാടും സംഭവിക്കുന്ന ജനകീയമായ ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധ സമരങ്ങൾ, ഇതൊക്കെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ടതോ ഏതെങ്കിലും വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലോ അല്ല നടന്നു വരുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വേറെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ അവസ്ഥയിൽ, ഇന്ത്യയിലെ കർഷക സമരം, അതും ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലല്ല നടന്നത്. പകരം കർഷകരുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള നിരവധി യൂണിയനുകൾ ചേർന്ന ഒരു സമരമാണ്. ആ സമരത്തിൽ അത് ദീർഘകാലം, ഏതാണ്ട് 1 വർഷത്തിലധികം നീണ്ടു നിന്നൊരു സമരമാണ്. ആ സമരത്തിൽ തന്നെ ഏതാണ്ട് 150-ലധികം ആളുകളുടെ ജീവൻ ബലി കൊടുക്കപ്പെട്ടു. അത് അതിശൈത്യം കൊണ്ട് മരിച്ചവരുണ്ട്, സമരത്തിൻ്റെ ടെൻഷനിൽ നിന്ന് ആത്മഹത്യ ചെയ്തവരുണ്ട്. അങ്ങനെ അത്രത്തോളം മനുഷ്യജീവനുകൾ ബലി കൊടുത്തിട്ടാണ് ആ സമരം ഏറെക്കുറെ വിജയിച്ചെന്ന് പറയാവുന്നു. എന്ന് പറഞ്ഞാൽ 3 കാർഷിക നിയമങ്ങൾ തൽക്കാലത്തേക്ക് മടക്കി വെക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാർ. പക്ഷെ നമ്മളിപ്പോൾ കണ്ട ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന്, ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇനിഷ്യേറ്റീവ്, അവർ ഒരു പ്രധാന ഏജൻറ്റ് ആയി മാറി എന്ന് പറയുന്ന സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഏജൻ്റായി, മുൻനിര പടയാളികളായി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശക്തിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ പുതിയ സമരത്തിൽ കണ്ടത്. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്, ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ഈ ഫ്രഞ്ച് തത്വചിന്തകനായ ഈ ദലീസ് പോലുള്ള ആളുകൾ ഈ ബിക്കമിങ് ആനിമൽ എന്ന് പറയുന്ന മനുഷ്യൻ മൃഗങ്ങളായി മാറിത്തീരുന്നതിലൂടെ വേറൊരു തരത്തിൽ പ്രകൃതിയുമായി കൂടുതൽ രമ്യതയിലാവുകയും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ജീവജാലങ്ങളുടെ ചോദനകളെയും ആഗ്രഹങ്ങളെയും കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകൾ ദലീസ് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു സുപ്രീം കോടതി ജഡ്ജ് അയാളുടെ വളരെ അധിക്ഷേപകരമായൊരു പരാമർശമാണ്, അതായത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ ഒരു പാറ്റയോട് എന്ന് പറയുന്നത്, പാറ്റയെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് വളരെ ഏറ്റവും താഴ്ന്ന ഒരു ജീവിയായിട്ടാണ്, ഒരു നികൃഷ്ട ജീവിയായിട്ടാണ്. പാറ്റയെ കണ്ടാൽ ചവിട്ടിക്കൊല്ലും. അത്തരത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആരും ചോദിക്കാനില്ലാത്ത, നേരത്തെ പറഞ്ഞ അകമ്പൻ പറയുന്ന പോലെ ഹോമോസാക്കറാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിന് ബലി കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ആർക്കും കൊന്ന ശിക്ഷയില്ല. അതുപോലൊന്നും ഒരു ജീവിയാണ് ഈ പാറ്റ. ആ പാറ്റയോടാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ഉപമിച്ചത്. അത് പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഇന്ത്യയിലെ ഇടത്തരക്കാരുടെ, അതുപോലെ തന്നെ നമ്മളിപ്പം കോമൺ പീപ്പിൾ എന്ന് വിളിക്കുന്ന സാധാരണ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയൊക്കെ മക്കളും അപ്പർ മിഡിൽ ക്ലാസ്സിലെ വിദ്യാർത്ഥികളും കുട്ടികളുമൊക്കെ യുവാക്കളും ഒക്കെ അവർക്കൊക്കെ ആകെയുള്ള ജീവിതത്തിലെ അഭിവൃദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയരാനുള്ള ഒരേ ഒരു വഴി ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. അതിലൂടെ ഭേദപ്പെട്ട ജോലി കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സാണ് നീറ്റ് പോലുള്ള പരീക്ഷകളെന്ന് പറയുന്നത്. ഈ പരീക്ഷകളിലാണ് നിരന്തരമായി അതിൽ അഴിമതി ഉണ്ടാകുന്നു, ചോദ്യപേപ്പറുകൾ നിരന്തരമായി ചോർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സിസ്റ്റം, നമ്മളിപ്പോൾ കഴിഞ്ഞ
കുറച്ചു കാലമായി ഇന്ത്യയിൽ 10 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ ഒരു അതോറിറ്റേറിയൻ വ്യവസ്ഥയാണ്. ഒരുപക്ഷെ അതൊരു ടൊട്ടാലിറ്റേറിയൻ വ്യവസ്ഥ തന്നെയായി മാറിക്കൊണ്ടിരിക്കും, ഒരു സമഗ്രാധിപത്യ സമൂഹമായി മാറുന്ന ഒരവസ്ഥ. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭരണം, അവരുടെ ഒരു ഭാഷാ സങ്കല്പം, ഒരു സംസ്കാര സങ്കല്പം, ഈ ഒരു അത്തരത്തിൽ ഏകമുഖമായൊരു ഭരണ രീതിയും ഒരു ഭരണ വ്യവസ്ഥ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക, അതിലൂടെ മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളുമൊക്കെ നിരന്തരമായി അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിലെ മുഴുവൻ യുവാക്കളെയും, വിദ്യാർത്ഥികളെ പ്രത്യേകിച്ചും ബാധിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ട്. നിരന്തരമായി ചോദ്യപേപ്പറുകൾ ചോടുന്ന അത്തരത്തിലുള്ള ഒരു അഴിമതി ഇവിടുത്തെ ഈ വിദ്യാർത്ഥി സമൂഹത്തിൽ, അതിൽ ജാതി മത വർഗവ്യത്യാസമെന്നേ ആ ഒരു വലിയ സമൂഹത്തെ മുഴുവൻ ബാധിച്ചു എന്നുള്ളതാണ്. അവർ പ്രകോപിതരായി, അവരിൽ വല്ലാത്ത അമർഷമുണ്ടായി. അപ്പം ആ രോഷം അണപൊട്ടി ഒഴുകുന്നതാണ് നമ്മൾ ജന്തർ മന്ദിറിൽ കണ്ടത്. അപ്പോൾ അതിൽ ഇപ്പോൾ അഭിജിത്തിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ പഠിക്കാൻ പോയ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിന്ന് വരുന്നൊരു ചെറുപ്പക്കാരനും അയാളുടെ കൂട്ടാളികളുമൊക്കെ ഈ ഒരു ജസ്റ്റിസ് അധിക്ഷേപിക്കാൻ ഉപയോഗിച്ച ആ ഒരു രൂപകത്തെ കൊക്രോച്ച് പാറ്റ എന്ന് പറയുന്നതിനെ തന്നെ തങ്ങളുടെ ഒരു പ്രക്ഷോഭത്തിൻ്റെ അടയാളമായി, പ്രതികരണത്തിൻ്റെ അടയാളമായി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പകരം കൊക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിലാണ് തുടങ്ങുന്നത്. അതിൻ്റെ ആ പ്രക്ഷോഭണത്തിന് പുറകിൽ അതും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ പ്രക്ഷോഭണം നടന്നത്. അതുപോലെ മഹാത്മാഗാന്ധിയെ അംബേദ്കറിനെയും ഉദ്ധരിച്ചുകൊണ്ടാണ് ആ പ്രക്ഷോഭണം നടന്നത്. അതിൽ മുഖ്യമായി മുദ്രാവാക്യങ്ങളിലൂടെ ആവർത്തിച്ച് സ്മരിക്കപ്പെടുന്നത് ഗാന്ധിജിയും അംബേദ്കറുമാണ്. എന്തുകൊണ്ട് എന്നുകൊണ്ട്, കാരണം മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ BR അംബേദ്കറിൻ്റെയും പ്രത്യേകത, അവർ നമ്മുടെ കക്ഷി രാഷ്ട്രം, അത് ഇടതായാലും വലതായാലും നിലവിലുള്ള ഇന്ത്യയിലെ വ്യവസ്ഥാപിത കക്ഷി രാഷ്ട്രീയക്കാരുടെ ഗെയിം റൂൾ എന്ന് പറയുന്നത്, അവരുടെ കളി നിയമം എന്ന് പറയുന്നത്, നേതാക്കൾ അണികളോട് നുണ പറയും, നേതാക്കൾ സമൂഹത്തോട് നുണ പറയും. അപ്പോൾ ഈ നുണ പറയുക ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത് ലയേഴ്സായി മാറുക, ബിക്കമിങ് എ ലയർ ഈസ് സോ നാച്ചുറൽ എന്ന് പറയുന്ന, അതായത് കള്ളം പറയുക എന്ന് പറയുന്നതാണ് ഒരു സ്പോണ്ടേനിറ്റി, അതാണ് സ്വാഭാവികത എന്ന് ധരിക്കുന്ന ഒരവസ്ഥ. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ നമ്മൾ കോൺഗ്രസും CPM-ഉം BJP ഉൾപ്പെടെയുള്ള എല്ലാ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും ഈ കളിനിയമം ഒരേപോലെ പിന്തുടരുന്നവരാണ്. അത് നമ്മൾ ചാനൽ ചർച്ചകളിലും അവരുടെ തന്നെ ജനങ്ങളോട് അവർ നടത്തുന്ന പത്രപ്രസ്താവനകളിലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും, പത്രസമ്മേളനങ്ങളിൽ കാണാൻ കഴിയും. എല്ലാവരും കള്ളം പറയാത്ത ഏത് രാഷ്ട്രീയ നേതാവുണ്ട് ഇന്ത്യയിൽ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഗാന്ധിജിയെ അംബേദ്കറിനെയും ഇവർ ഉദ്ധരിക്കേണ്ടി വരുന്നത്. ആ ഗാന്ധിജി അംബേദ്കറിൻ്റെ പ്രത്യേകത, അവർ നുണ പറയുന്നവരായിരുന്നില്ല, അവർ ജനങ്ങളോട് സത്യസന്ധത പുലർത്തുന്ന ആളുകളായിരുന്നു, സത്യത്തെ ഉയർത്തിപ്പിടിച്ച ആളുകളായിരുന്നു. അതാണ് പ്രത്യേകത. അപ്പം അതുകൊണ്ടാണ് ഈ സമരം ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥ, അതായത് നമ്മൾ ഒരു അതോറിറ്റേറിയൻ വ്യവസ്ഥയോട് പൊരുത്തപ്പെട്ട് നമ്മൾ അതിൻ്റെ അനുസരണയുള്ള പൗരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനോട് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ബദൽ ശബ്ദമായിട്ട് ഉയരുകയും അത് ജനാധിപത്യത്തെയും സാമൂഹിക നീതിയെയും ഉയർത്തിപ്പിടിക്കുകയും അത് അഴിമതിക്കെതിരെയുള്ള പ്രക്ഷോഭണമായി പടർന്നു വന്നിരിക്കുകയും ചെയ്തു.